ഹലോ എവരിവൺ, വെൽക്കം ടു എൻട്രി കോഡിംഗ്. എൻ്റെ പേര് നിതീഷ്, ഫുൾ സ്റ്റാക്ക് മെൻറ്ററാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പും അതേപോലെ സാലറി റേഞ്ച് എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ? ഒരു ഡെവലപ്പർക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഏത് ടെക്നോളജീസ് ആണെങ്കിലും ചൂസ് ചെയ്യാം. അതായത് മേൺ സ്റ്റാക്ക് എടുക്കാം. മേൺ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ MongoDB, ExpressJS, React.js, Node.js. ഇനി അതേപോലെ തന്നെ മീൻ സ്റ്റാക്ക് ഉണ്ട്. മീൻ സ്റ്റാക്ക് എന്ന് പറയുമ്പം MongoDB, Angular, റിയാക്റ്റിന് പകരം ഇവിടെ ആംഗുലർ ആയിരിക്കും. MongoDB, ExpressJS, Angular, Node.js. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡിൽ റിയാക്റ്റും അതേപോലെ ബാക്ക് എൻഡിൽ പൈത്തണിലെ ജാങ്കോ ഓർ ഫ്ലാസ്ക് ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡെവലപ്പർക്ക് തന്നെ ഫ്രണ്ട് എൻഡും അതേപോലെ തന്നെ ബാക്ക് എൻഡും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനീസ് നോക്കുമ്പോൾ എന്താണ്, ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറേയും ബാക്ക് എൻഡ് ഡെവലപ്പറേയും ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട സാലറീസ് രണ്ട് പേർക്കായിട്ട് കൊടുക്കണം. അപ്പോൾ സാലറി എങ്ങനെ നോക്കുകയാണെങ്കിലും കൂടുതൽ അവർക്ക് ചിലവാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡെവലപ്പേഴ്സും വേണമല്ലോ. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു കോസ്റ്റ് കട്ട് അവിടെ ചെയ്യാൻ പറ്റും. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരേ ഡെവലപ്പർ തന്നെ അവിടെ നിന്ന് ചെയ്തു പോകുന്നുണ്ടാവും. സെയിം ഡെവലപ്പർ തന്നെ ആ വെബ്സൈറ്റ് എൻഡ് ടു എൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ബാക്ക് എൻഡ് ഡെവലപ്പറും വേറെ ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കണം. അതേപോലെ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് APIs എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ബാക്ക് എൻഡിൽ നമ്മൾ APIs ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഫ്രണ്ട് എൻഡിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡെവലപ്പേഴ്സും ഒരേ അറ്റ് എ ടൈം അവിടെ ഇരുന്ന് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് തന്നെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർക്ക് എന്ത് ചെയ്യാം, രണ്ടും ബിൽഡ് ചെയ്ത് പോകാം. അപ്പം ആ ബാക്ക് എൻഡ് APIs ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്പനീസ് ഹയർ ചെയ്യുന്നത്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നത് കൂടുതലാണ്. ഇനി ഇതിൻ്റെ സാലറി റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എൻട്രി ലെവൽ ഡെവലപ്പർ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ 4.5 to 7 LPA വരെയുള്ള സാലറി കിട്ടാവുന്നതാണ്. അതേപോലെ മിഡ് ലെവലായിട്ടുള്ളൊരു ഡെവലപ്പറായിട്ട് ജോയിൻ ചെയ്യുകയാണ് 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി 8 LPA to 15 LPA ആയിരിക്കും. ഇനി സീനിയർ ഡെവലപ്പർ ആകുമ്പം സാലറി റേഞ്ച് എന്ന് പറയുന്ന ഒരു 5+ years ഓഫ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ 16 to 30 LPA ആവറേജ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ നൗക്കറിയിലോ ഒന്ന് പോയി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ടെക്നോളജി ചെയ്തുവാണെങ്കിലോ മേൺ സ്റ്റാക്ക് ഓർ മീൻ സ്റ്റാക്ക് ഓർ പൈത്തൺ വെച്ചിട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പും സാലറി റേഞ്ചും വരുന്നത്. ഇനിയിപ്പം ഇതല്ലാണ്ട് ഇപ്പോൾ ഇനി ഒരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുകയല്ലാതെ തന്നെ ഒരു ഡെവലപ്പർക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം. ക്ലയൻറ്റിനൊക്കെ കണ്ടുപിടിച്ചെടുത്ത് അവർക്ക് വേണ്ടി പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ രണ്ടും എൻഡ് ടു എൻഡ്, ഒരു പ്രൊജക്റ്റിൻ്റെ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുടെ ഫ്യൂച്ചർ സ്കോപ്പും സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ.